മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അതിൻ്റെ മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ കുറച്ച് ഉപ്പ്. അപ്പോൾ പെട്ടെന്ന് ഉള്ളി വാടി വരും ചെയ്യും. അതിലേക്ക് ഉപ്പാവും ചെയ്യും. ഉള്ളി വാടി വരട്ടെ. ഉള്ളി ഇത്രയ്ക്ക് വാടിയാൽ മതി. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മുളകും പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അത് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ഇടാം. അപ്പോൾ നമ്മൾ ഈ വെള്ളം ചേർക്കാണ്ടാണ് വെണ്ടക്കായ മെഴുക്ക് പറ്റി ഈ എണ്ണയിൽ കിടന്ന് വരട്ടി വരുന്നതാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് ഈ സവോളയും നന്നായി വഴണ്ടി വരും. ഇനി അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് മെല്ലെ മെല്ലെ ചെറുതീയിലിട്ടിട്ട് അത് വാടി കിട്ടും. സവോളയും വെണ്ടക്കായും എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൂടി വെച്ചിട്ട് ചെറുതീയിൽ വേവിച്ചെടുക്കാം. നമുക്ക് വെണ്ടക്കായ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ആ വെണ്ടക്കായയുടെ നനവ് കൊണ്ടാണ് ഇത് വാടി കിട്ടുന്നത്. ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ച് കൊടുത്തിട്ടില്ല. പിന്നെ നമ്മൾ ഉള്ളി വാട്ടാനിട്ട എണ്ണയുണ്ടല്ലോ, വെളിച്ചെണ്ണ, അതും പെട്ടെന്ന് വാടി കിട്ടും. മൺചട്ടിയിൽ വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി കണ്ടാ, കരി പോലും അടി പിടിച്ചിട്ടില്ല. വെള്ളം തൊടാണ്ട് അങ്ങനെ നമ്മളെ വെണ്ടയ്ക്ക മെഴുക്ക് പറ്റി റെഡി ആയിട്ടുണ്ട്. കണ്ടോ, അടിയൊന്നും പിടിച്ചിട്ടില്ല. ഉണ്ടോ? നമുക്കൊന്ന് കഴിച്ച് നോക്കാം. എരിവൊക്കെ കറക്റ്റാണ്, ഉപ്പൊക്കെ കറക്റ്റാണ്. അങ്ങനെ മെഴുക്ക് പറ്റി റെഡിയായി.